ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും, അതിന്റെ 3ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെയും 2ാമത്തെയും ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററിലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചും പിന്നെ മാസ് എന്താണെന്നും മാസിന്റെ യൂണിറ്റ്സും ഒക്കെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. നമുക്കിന്ന് പഠിക്കാനുള്ളത് നോക്കാം. അതിന്റെ ബാക്കി ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ടൈം, സമയത്തിന്റെ വിവിധ യൂണിറ്റുകൾ. ദ SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ഇറ്റ് സിംബൽ ഈസ് എസ്. സമയത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്തോന്നാണ്? സെക്കൻഡ് ആണ്. അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്മാൾ ലെറ്റർ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ എസ്. ഓക്കെ. മിനിറ്റ് ആൻഡ് അവർ ആർ ദ അതർ യൂണിറ്റ് യൂസ്ഡ് ടു ഡിനോട്ട് ടൈം. പിന്നെ വേറെ എന്തോന്നുണ്ട്? സെക്കൻഡ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തോന്നുണ്ട്? മിനിറ്റ്, അവർ, ഇതൊക്കെ ടൈമിന്റെ യൂണിറ്റുകളാണ് അല്ലേ? ഡിനോട്ട് ടൈം. ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് യൂണിറ്റ്സ് ആൻഡ് സെക്കൻഡ് ഈ യൂണിറ്റുമായിട്ടുള്ള ബന്ധം ഐഡന്റിഫൈ ചെയ്യാനാണ്. സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മിനിറ്റ്, മണിക്കൂർ. ഇവയ്ക്ക് സെക്കൻഡുമായുള്ള ബന്ധമാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് സെക്കൻഡ്. മിനിറ്റ് തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്. എത്രയാണ്? 60 സെക്കൻഡ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ അവർ ആണെങ്കിലോ 1 അവർ ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് ആണ് പറഞ്ഞത്? 3600 സെക്കൻഡ്. 3600 സെക്കൻഡ് ആണ് ഒരു മണിക്ക്. 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വോളിയം. എന്താണ് വോളിയം നോക്കാം. ദ വോളിയം ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്കുപ്പൈസ്. ഡു യു റിമെമ്പർ മെഷറിംഗ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ എ ബക്കറ്റ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോളിയം? അപ്പോൾ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവ്. ദ വോളിയം എന്തോന്നാണ്? വോളിയം ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്കുപ്പൈസ്. ദ SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ക്യൂബിക് മീറ്റർ. ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കണം, ഇല്ലെങ്കിൽ മാറിപ്പോവും. ദ SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. ഇറ്റ് സിമ്പിൾ എന്തോന്നാണ്? യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. എങ്ങനെയാണ് സിമ്പിള്? M ക്യൂബ്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് എന്തോന്നാണ്? ക്യൂബിക് മീറ്റർ ആണ്. ഇതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? M ക്യൂബ്. അടുത്ത് നോക്കൂ. The figure shows 1000 cubes each with sides of 1 centimeter arranged to form a large cube. If volume of the large cube is 1 liter, can you complete writing the relationship between the various units based on the figure? അതായത് 1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുകയാണ്. കണ്ടോ? ഇതിൽ 1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. ചിത്രത്തെ കൊടുത്തിരിക്കുന്നത്. വലിയ ക്യൂബിന്റെ വ്യാപ്തം 1 ലിറ്റർ എങ്കിൽ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധം പൂർത്തിയാക്കുകയാണ്. ഒരു വലിയ ക്യൂബിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെങ്കിൽ ഇത് കണക്കാക്കി 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? സെന്റിമീറ്ററിലോട്ട് വരാണെങ്കിൽ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? അതും 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ. ഓക്കെ,
പഠിക്കാം. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. അടുത്തത് നോക്കാം. അടുത്ത് നോക്ക്, ഡെൻസിറ്റി, സാന്ദ്രത. എന്താണ് ഒരു ചിന്തിക്കാനും. വൈ ഈസ് ഡെൻസിറ്റി ഡിസ്പ്ലൈഡ് ഓൺ ദ ഫ്യൂവൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്? പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ച് ആ കുട്ടി ചിന്തിക്കുന്നത് നോക്കാം. ഇതിൽ നമുക്ക് ഒരു ഇത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് അതിന്റെ വ്യാപ്തം കണക്കാക്കാനാണ്. ഇതിൽ മരപ്പൊടി നിറച്ച് മാസ് കണ്ടുപിടിക്കുക, ശേഷം മണൽ നിറച്ച് മാസ് കണ്ടെത്തുക. നിങ്ങൾ തനിയെ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതാണ്. അടുത്ത് നോക്കാം. മാസ് വൈ വോളിയം റെപ്രസെന്റ്സ് ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം. മാസ് ബൈ വ്യാപ്തം എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥ the mass of a substance per unit volume is called density. അപ്പോൾ എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള ഒരു പദാർത്ഥത്തിന്റെ മാസിനെയാണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം. Per unit volume is called density. Okay, the mass of a substance per unit volume is called its density. ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്ന സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തമാണ്. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെയാണ് അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. In the table given, even though the volume of a sawdust and sand is the same, see how the mass per unit volume is calculated. The volume is the same. Object with higher mass have a higher density. In the case of the particular substance, density is a fixed number. നോക്ക്, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ മരപ്പൊടിക്കും മണലിനും ഒരേ വ്യാപ്തമാണെങ്കിൽ യൂണിറ്റ് വ്യത്യാസത്തിലുള്ള മാസ് ശ്രദ്ധിക്കാനാണ്. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. മാസ് കൂടുമ്പോഴത്തേക്ക് അതിന്റെ സാന്ദ്രതയും കൂടും. മാസ് കൂടുമ്പം സാന്ദ്രതയും കൂടും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിര സംഖ്യയാണ്. പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു സ്ഥിര സംഖ്യയാണ്, അതുകൊണ്ടാണ് അവിടെ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇഫ് ദ വോളിയം ഈ സേ ദ ഒബ്ജക്റ്റ് ഹയർ മാസ് വിൽ ബി ഹയർ ഡെൻസിറ്റി. ഹയർ മാസ് ആണെങ്കിൽ എന്തോന്നാണ്? ഹയർ ഡെൻസിറ്റി ആയിരിക്കും. ചിലയിടത്ത് ഫിക്സഡ് ആയിരിക്കും. ചില പർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അടുത്തത്. അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നോക്ക്. ഇൻ 1960, an international conference held in Paris approved the International System of Units or SI units as the universal system of units of measurement. Under this system, units were assigned to all the fundamental quantities. Fundamental units are the units fundamental quantities. അപ്പോൾ എന്തോന്ന് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളന അളവുകളുടെ സംയോജിത സംവിധാനമാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകിയത് 1960 അനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റും ഉണ്ട്. എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്ക്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയോ, ഓരോ അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകവും.
ആദ്യത്തത് ലെങ്ത്. ലെങ്തിന് എന്തോന്നാണ്? മീറ്റർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. മീറ്റർ, അതിന്റെ സിമ്പൽ എം. അടുത്ത മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ സിമ്പൽ കെ ജി. ടൈമിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. എസ് ഐ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്, അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് എസ്. ടെമ്പറേച്ചറിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കെ. ഇലക്ട്രിക് കറണ്ടിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ, അതിന്റെ ഡിനോട്ട് ചെയ്യുന്നത് എ. അടുത്തെന്തോന്നാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, അതിന് മോൾ, അടിസ്ഥാന യൂണിറ്റ് മോൾ, MOL, മോൾ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ലുമിനസ് ഇന്റൻസിറ്റി, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡേല, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CD. ഓക്കെ, അപ്പൊ ഈ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് M എന്നുള്ള അക്ഷരം കൊണ്ടാണ്. അടുത്ത് മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? കിലോഗ്രാം ആണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് kg. സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് S. താപനിലയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് K. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ് യൂണിറ്റ്, A എന്നുള്ള അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യും. പദാർത്ഥത്തിന്റെ അളവ്, അത് മോൾ എന്ന് പറയും. മോൾ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്, അതിനെ MOL എന്ന് പറയുന്ന അതുകൊണ്ട് ഡിനോട്ട് ചെയ്യും. പ്രകാശ തീവ്രത എന്ന് പറയുന്നത് യൂണിറ്റ് കാൻഡല, CD, റെപ്രസെന്റ് ചെയ്യുന്നത് CD. ഓക്കെ, ക്ലിയർ ആയ അത്രയും? അടുത്ത് നോക്കൂ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദേ ആർ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സ്, ഏകീകൃത യൂണിറ്റുകളാണ്. ഒന്നാമത്തത് എന്താണ്? ഏകീകൃത യൂണിറ്റുകളാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ് ആണ്. ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്, അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളവയാണ്. എവിടെ പോയാലും ഒന്നിന്റെ, ഇപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തോ ആയിരിക്കും? മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് അടിസ്ഥാന ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ്സിന് മനസ്സിലായ? ദേ ആർ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്, ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്, യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. അടുത്ത് നോക്കൂ, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, വ്യുൽപ്പന്ന യൂണിറ്റുകൾ. We have learned about derived quantities such as volume and density whose units are obtained from fundamental units. അപ്പോൾ വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണ്. ഏതൊക്കെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? വോളിയവും ഡെൻസിറ്റി ഒക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ്, വോളിയം ആൻഡ് ഡെൻസിറ്റി. ഓക്കെ, ഇവയുടെ യൂണിറ്റുകളാണ് ഉൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഈ യൂണിറ്റുകളെ എന്തോന്ന് പറയുന്നു? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നു. വി ക്യാൻ റൈറ്റ് ദ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ബൈ റിലേറ്റിംഗ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓൺ അനദർ. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് യൂസിംഗ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അതായത് വിൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിന്റെ യൂണിറ്റ് എന്തോന്നാണ്? ലെങ്ത്തിന്റെ മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ മീറ്റർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ M×M². എന്തോന്നാണ്? ഏരിയ കാണുന്നത്. വോളിയം കാണുന്നതാണെങ്കിലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം ലെങ്ത് M, ബ്രെഡ്ത്ത് M, ഹൈറ്റ് M. അപ്പൊ എങ്ങനെ എഴുതാം? M³. M×M എന്ന് പറയുമ്പോൾ M³. ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നത്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നത്? മാസ് ബൈ വോളിയം. അതിന് നമുക്ക് അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ബൈ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. സാന്ദ്രത എന്തോന്നാണ്? മാസ് ബൈ വ്യാപ്തം, കിലോഗ്രാം
പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണം വീതി എം ഇൻറ്റു എം മീറ്റർ സ്ക്വയർ, വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എം ഇൻറ്റു എം ഇൻറ്റു എം എം ക്യൂബ്. അപ്പം അത്രയും ക്ലിയർ ആയ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റുകൾ. അടുത്ത അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ എന്താണ്, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സോ അടിസ്ഥാന യൂണിറ്റുകളോ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന യൂണിറ്റുകളോ ആണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടുത്ത റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്. വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ് ഇന്റർനാഷണലി വെൻ റൈറ്റിംഗ് യൂണിറ്റ്സ് ആൻഡ് ദെയർ സിംബൽസ്. യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും എഴുതുമ്പോൾ സാർവദേശികമായി പാലിക്കേണ്ട നിയമങ്ങളാണ് ഉണ്ട്. ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻസ് ഓഫ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ട് ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ്. നമുക്ക് ക്വാണ്ടിറ്റി മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ എങ്ങനെ എഴുതാം? 1.5 kg. 1.5 ലിറ്റർ ജലത്തിന്റെ മാസ് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 kg എന്ന് എഴുതാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ എങ്ങനെ എഴുതാം? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എങ്ങനെ? 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 1000 kg പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. മീറ്റർ മീറ്റർ എം എം. ക്യാപിറ്റൽ ലെറ്റർ എം, സ്മാൾ ലെറ്റർ എം ആലോചിക്കുകയാണ്. നമ്മൾ ഏതാണ് എഴുതുന്നത്? സ്മാൾ ലെറ്റർ എം ആണ് ഡിനോട്ട് ചെയ്യുന്നത് ഇതിലെല്ലാം. നോക്കിയോ, ദ ടേബിൾ ബിലോ ഷോസ് കോമൺ എറേഴ്സ് ദാറ്റ് മേ ഒക്കർ വെൻ റൈറ്റിംഗ് യൂണിറ്റ്സ്. കമ്പയർ ഈച്ച് ഓഫ് ദീസ് വിത്ത് ദ കറക്റ്റ് വേർഷൻ ആൻഡ് സജസ്റ്റഡ് ജനറൽ റൂൾ ഫോർ ഈച്ച്. അപ്പൊ ഇതെന്തോന്നാണ്? തെറ്റായ രേഖപ്പെടുത്തലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്ന ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ഇവയോരോന്നും ശരിയായ രേഖപ്പെടുത്തലുമായി താരതമ്യം ചെയ്ത് യൂണിറ്റുകളുടെ രേഖപ്പെടുത്തലിന് പൊതു നിയമാവലി നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റിലെത്തത് 1000 kg by m ക്യൂബ് 1.5 kg. ഇത് ശരിയാണോ? തെറ്റാണ്. നമ്മൾ ഇതിലെല്ലാത്തിലും എന്തോന്നാണ്? ചെറിയ അക്ഷരങ്ങൾ മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. അപ്പൊ 1000 kg ബാർ എം, സ്മാൾ ലെറ്റർ എം ക്യൂബ് 1.5 kg എഴുതും. സ്മാൾ ലെറ്റർ ആയിരിക്കും സ്മാൾ ലെറ്റർ kg, സ്മാൾ ലെറ്റർ എം ക്യൂബ്. താഴെ വരുമ്പോൾ 1.5 സ്മാൾ ലെറ്റർ kg. അടുത്തത് നോക്ക്, 1000 kgs ബാർ എം ക്യൂബ്. അതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ kgs എന്ന് നമ്മൾ എഴുതൂല, kg എന്ന് മാത്രമേ എഴുതുള്ളൂ. ഇവിടെ s എഴുതൂല. s വരുമ്പോഴത്തേക്ക് പ്ലൂറലാണ്. ഡു നോട്ട് യൂസ് kgs, ഇറ്റ്സ് പ്ലൂറൽ. ഡു നോട്ട് യൂസ് പ്ലൂറൽ. പ്ലൂറൽ നമ്മൾ യൂസ് ചെയ്യൂല. kg എന്ന് മാത്രമേ പറയുള്ളൂ. kg ബാർ എം ക്യൂബ് എന്നേ പറയുള്ളൂ. ഓക്കെ, അടുത്ത 1000 kg ബൈ ബാർ എം ക്യൂബ്. ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തോന്നാണ്? സ്പേസ് വേണം. എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് സിമ്പിൾ. നമ്പറിന് സിമ്പിളിനും ഇടയ്ക്ക് സ്പേസ് വേണം. ഈ ഒരു 1000 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അടുത്ത 1000 kg ബാർ എം ബാർ എം ബാർ എം എന്ന് എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ എഴുതുമോ? ഇല്ല. കമ്പൈൻ ദ സെയിം യൂണിറ്റ്. നമ്മൾ എന്തോന്നാണ്? എം ക്യൂബ് എന്ന് എഴുതുള്ളൂ. kg ബാർ എം ക്യൂബ് എന്നേ എഴുതുള്ളൂ. ഇങ്ങനെ എം ബാർ എന്നിട്ട് എഴുതൂല. അടുത്ത് നോക്ക്, 1000 kg ബാർ ക്യൂബിക് മീറ്റർ. ഇങ്ങനെ ക്യൂബിക് മീറ്റർ എന്ന് എഴുതൂല. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് എ നെയിം ഓഫ് ദ യൂണിറ്റ്. യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും കൂടെ ഇടകലർത്തി എഴുതൂല. ഒന്നുകിൽ എന്തോന്ന് എഴുതാം? ക്യൂബിക് മീറ്റ് എഴുതും, അല്ലാന്നുണ്ടെങ്കിൽ
കെ ജി ബാർ എം ക്യൂബ് എന്ന് എഴുതും. കെ ജി ബാർ പെർ എഴുതൂല, ഇവിടെ സിമ്പിൾ കൊടുത്തിട്ട് എം ക്യൂബ് എന്ന് എഴുതുള്ളൂ. മനസ്സിലായോ? ഇവിടുത്തെ പെർ വരൂല, സിമ്പിൾ കൊടുത്തിട്ട് എം ക്യൂബ് എന്ന് എഴുതുള്ളൂ. ഓക്കെ, അടുത്ത് 1 kg 500 gram. ഡു നോട്ട് യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ സെയിം മെഷർമെൻറ്റ്. ഒരേ തരത്തിലുള്ള അളവുകൾക്കായി മറ്റ് യൂണിറ്റ് ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 1.5 kg എന്ന് എഴുതും. 1.5 എന്നല്ലേ അർത്ഥം. 1.5 kg എന്ന് എഴുതും. അടുത്ത് നോക്ക്, 273 Kelvin 250 meter. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് സിമ്പിൾ. യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വരില്ല, സ്മാൾ ലെറ്റർ മാത്രമേ വരുള്ളൂ. ഇവിടെ കെയും ഈ എമ്മിനും വ്യത്യാസം വരും. ഓക്കെ, മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായോ? നോക്കാം. Now let us get familiar with some other rules. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നിയമാവലി കൂടി പരിചയപ്പെടാം. ഫോഴ്സ് ആണെങ്കിൽ കറക്റ്റ് മെത്തേഡ് എൻ ആണ്, ഇൻകറക്റ്റ് മെത്തേഡ് സ്മാൾ ലെറ്റർ എൻ. കറക്റ്റ് ഫോഴ്സിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. റൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ദ യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് വ്യക്തികളുടെ പേരിൽ നിന്ന് രൂപം കൊണ്ട യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാളുടെ പേരായതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുള്ളൂ. അടുത്ത് ലെങ്ത്തിൽ വരുന്ന 60 cm is the length of the desk. 60 cm is the length of the desk. The length of the desk is 60 cm. The length of the desk is 60 cm. എന്തോന്നാണ്? നോ ഫുൾ സ്റ്റോപ്പ് ഓർ ഫുൾ സ്റ്റോപ്പോ കോമയോ ഷുഡ് യൂസ് ആഫ്റ്റർ ദ സിമ്പിൾ. സിമ്പിൾ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പോ കോമയൊന്നും കൊടുക്കൂല. ദേ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. അത് അവസാന സെന്റൻസിന് ലാസ്റ്റേ ഉപയോഗിക്കുള്ളൂ. പ്രതീകത്തിന് ശേഷം കുത്തു, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ഇതാ ഇവിടെ CM കുത്ത് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. കണ്ട, CM എഴുതിയിട്ട് ഒരു ഡോട്ട് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. ഇവിടെ അതുപോലെ തന്നെ 60 cm എഴുതിയിട്ട് ഒരു ഡോട്ട് ഇട്ടിരിക്കണം. അടുത്ത് എനർജി .m കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പേസ്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ സ്പേസ്, ഇത് ചേർത്താണ്. എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് എ മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. എനർജി N.M അത് NM. അപ്പോൾ എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോഴ്സ്ഡ് ആസ് എ മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്ത്, സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു, കുറേ യൂണിറ്റുകൾ പഠിച്ചായിരുന്നു. അതെല്ലാം കാണാതെ എഴുതി വെച്ച് പഠിക്കണം, അപ്പോഴും തെറ്റില്ല. നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ളത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം. ടൈമിൻ്റെ യൂണിറ്റ്സ് പഠിച്ചായിരുന്നു. SI യൂണിറ്റ് എന്ന് പറയുന്നത് ടൈമിൻ്റെ സെക്കൻഡ് ആണ്, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് S ആണ്. പിന്നെ എന്തോന്നാണ് മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. ഓക്കെ, അത് പഠിക്കണം. അടുത്ത എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്കുപ്പൈസ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ക്യൂബിക് മീറ്റർ, m³ ആണ്. അടുത്ത 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 cm³
1 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ. ഇത് രണ്ടും പഠിക്കാനുള്ളതാണ്. അടുത്തത് ഡെൻസിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഡെൻസിറ്റി, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. ഇത് പഠിക്കാനുള്ള യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് മാസ് ബൈ വോളിയം. അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്ന്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അത് പഠിക്കണം. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ്. ലെങ്ത്, മാസ്, ലെങ്ത് മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്, എം ഡിനോട്ട് ചെയ്യും. മാസ് കിലോഗ്രാം, kg ഡിനോട്ട് ചെയ്യും. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് സെക്കൻഡ്, എസ് എന്ന് ഡിനോട്ട് ചെയ്യും. ടെമ്പറേച്ചർ കെൽവിൻ, കെ എന്ന് ഡിനോട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ കറന്റ് യൂണിറ്റ് ആംപിയർ, എ എന്ന് ഡിനോട്ട് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, MOL മോൾ ഡിനോട്ട് ചെയ്യും. ലൂമിനസ് ഇന്റൻസിറ്റി CD, കാൻഡേല യൂണിറ്റ് CD എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അടുത്ത വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്. ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്. ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. പിന്നെ അടുത്തെന്തോന്നാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് M ഇൻറ്റു M, M സ്ക്വയർ. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, M ഇൻറ്റു M ഇൻറ്റു M, M ക്യൂബ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്, kg ബാർ M ക്യൂബ്. അടുത്ത എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അത് എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.